നമസ്കാരം. പ്രധാന വാർത്തകൾ. യുദ്ധക്കുറ്റം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ICCയുടെ അറസ്റ്റ് വാറണ്ട്. യുദ്ധക്കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഹമാസ് നേതാക്കൾക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടി. ഇസ്രയേലിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ഇതാദ്യമായാണ് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയ, ഗ്രൂപ്പിന്റെ സൈനിക മേധാവി മുഹമ്മദ് ഡീഫ് എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറണ്ടുണ്ട്. മുഹമ്മദ് ഡീഫും യഹിയ സിൻവാറും ഗസയിലാണുള്ളത്. ഖത്തറിലാണ് ഇസ്മയിൽ ഹനിയ എന്നാണ് റിപ്പോർട്ടുകൾ. കൂട്ടക്കൊല, ബലാത്സംഗം, ബന്ദികളാക്കൽ, തടങ്കലിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്താനിരിക്കുന്നത്. ഉന്മൂലനം, കൂട്ടക്കൊല, പട്ടിണിക്ക് കാരണക്കാരാകുക, സാധാരണക്കാരെ ബോധപൂർവം ലക്ഷ്യം വെച്ച് ആക്രമിക്കുക, മാനുഷിക സഹായങ്ങൾ തടയുക തുടങ്ങിയ കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ചുമത്താനിരിക്കുന്നത്. EP ജയരാജൻ വധശ്രമ കേസ്. കെ സുധാകരൻ കുറ്റവിമുക്തൻ. CPM നേതാവ് EP ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചുകൊണ്ടാണ് പ്രതിപട്ടികയിൽ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഉത്തരവിറക്കിയത്. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. കേസിൽ 1ഉം 2 പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. മദ്യവരുമാനം കുറയുന്നു. 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ പിൻവലിക്കും. സംസ്ഥാനത്ത് 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള നീക്കവുമായി സർക്കാർ. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം LDF ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനോടൊപ്പം മദ്യം കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളിലും ഇളവ് വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയുന്നതും ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടിയുമാണ് സർക്കാരിനെ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിനായി പ്രേരിപ്പിച്ചത്. ജയറാം വധക്കേസ്. പ്രതികൾക്ക് ജീവപര്യന്തം തടവും ₹1,00,000 വീതം പിഴയും. മാവേലിക്കര ചിങ്ങോലി നെടിയാത്ത് പുത്തൻ വീട്ടിൽ ജയറാമിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്കും ജീവപര്യന്ത തടവും ഓരോ ₹1,00,000 പിഴയും ശിക്ഷ നൽകിക്കൊണ്ട് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 3 ജഡ്ജി SS സീന ഉത്തരവായി. ചിങ്ങോലി 11-ാം വാർഡിൽ തറവേലിക്കകത്ത് പടിയിട്ടതിൽ ഹരികൃഷ്ണൻ, ചിങ്ങോലി 7-ാം വാർഡിൽ കലേഷ് ഭവനിൽ കലേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. പിഴത്തുക കൊല്ലപ്പെട്ട ജയറാമിന്റെ മാതാവിന് നൽകാനും പിഴ ഒടുക്കാത്ത പക്ഷം 2 വർഷം അധികം തടവ് അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു. 2020 ജൂലൈ 19 രാത്രി 7:30 ചിങ്ങോലി പഴയ വില്ലേജ് ഓഫീസിന് വടക്കുള്ള ബേക്കറിക്ക് മുന്നിലാണ് കൊലപാതകം നടന്നത്. അഭിജിത്ത് ഗംഗോപാധ്യായയ്ക്ക് പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി. മമതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബംഗാളിലെ BJP നേതാവും സ്ഥാനാർത്ഥിയുമായ അഭിജിത്ത് ഗംഗോപാധ്യായയ്ക്ക് തെരഞ്ഞെടുപ്പിൽ വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ 24 മണിക്കൂർ നേരത്തേക്കാണ് പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഭിജിത്ത് ഗംഗോപാധ്യായ മമതാ ബാനർജിക്കെതിരെ നടത്തിയ പരാമർശം വൻ വിവാദമായിരുന്നു. പരാമർശത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. KSRTC ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. വൈകുന്നേരം 3 മണിക്ക് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴിയെടുത്തത്. യദു അശ്ലീല ആംഗ്യം കാണിച്ചത് പരാതിയിലാണ് നടപടി. ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു. എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം. യദു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. മണ്ണെണ്ണ മോഷ്ടിച്ച ശേഷം പകരം വെള്ളം ചേർത്ത തട്ടിപ്പ്. സപ്ലൈകോ ജൂനിയർ അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തു. മണ്ണെണ്ണ മോഷ്ടിച്ച ശേഷം പകരം വെള്ളം ചേർത്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സപ്ലൈകോ മൂന്നാർ ഡിപ്പോയിലെ ജൂനിയർ അസിസ്റ്റന്റിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സപ്ലൈകോ ജൂനിയർ അസിസ്റ്റന്റ് P രാജനെയാണ് സസ്പെൻഡ് ചെയ്തത്. CPI നേതാവും വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനുമായ P മുത്തുപ്പാണ്ടിയുടെ സഹോദരനാണ് P രാജൻ. സംഭവത്തിൽ വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്.
കാമുകന്റെ സഹായത്തോടെ ഭർത്താവിന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. വടക്കൻ പറവൂർ മന്നം ചോമ്പുള്ളി വീട്ടിൽ സദാനന്ദൻ, തോലനൂർ പൂളയ്ക്കൽ പറമ്പ് കുന്നിന്മേൽ വീട്ടിൽ ഷീജ എന്നിവരെയാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. സദാനന്ദന് 19 വർഷം കഠിന തടവും 1.35 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഷീജയ്ക്ക് 9 വർഷം കഠിന തടവും 1.35 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഷീജയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളായ സ്വാമിനാഥനെയും പ്രേമകുമാരിയുമാണ് ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയത്. സദാനന്ദനുമായുള്ള ഷീജയുടെ ബന്ധം ഭർത്താവ് അറിയുമെന്ന ഭീതിയിലാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സദാനന്ദനെ വീട്ടിൽ കാര്യസ്ഥനായി നിർത്താനും ഭർത്തൃ വീട്ടുകാരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും വേണ്ടിയാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് കുറ്റപത്രത്തിൽ ആരോപിച്ചത്. യുവതിയെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പ്രതി പിടിയിൽ. കാട്ടാക്കടയിൽ മായ മുരളി എന്ന യുവതിയെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. മായയ്ക്കൊപ്പം താമസിച്ചിരുന്ന രഞ്ജിത്താണ് അറസ്റ്റിലായത്. മായയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് രഞ്ജിത്തിനെ ഷാഡോ പോലീസ് പിടികൂടിയത്. മുതിയവിള കാവുവിളയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മായയെ വീടിനടുത്തുള്ള റബ്ബർ പുരയിടത്തിൽ മെയ് 9 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 8 വർഷം മുമ്പ് മായയുടെ ആദ്യ ഭർത്താവ് അപകടത്തിൽ മരിച്ചിരുന്നു. 1 വർഷം മുമ്പാണ് രഞ്ജിത്തും ഒന്നിച്ച മായ താമസം ആരംഭിച്ചത്. മായയുടെ കണ്ണിലും നെഞ്ചിലും പരിക്കേറ്റ നിലയിലായിരുന്നു. രഞ്ജിത്ത് സ്ഥിരമായി മായയെ ഉപദ്രവിച്ചിരുന്നതായി നാട്ടുകാരും ബന്ധുക്കളും മൊഴി നൽകിയിരുന്നു. യുവതിയെ കൊണ്ട് ഛർദി തുറപ്പിച്ചു. കോട്ടയത്ത് ബസ് ജീവനക്കാർക്കെതിരെ നടപടി. ബസ്സിൽ ഛർദിച്ച യുവതിയെ കൊണ്ട് തന്നെ ബസ് തുറപ്പിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നടപടി ഉടൻ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് കോട്ടയം RTOയ്ക്ക് നിർദ്ദേശം നൽകി. കൂടാതെ നടപടിയെടുത്ത ശേഷം RTO 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മെയ് 15 മുണ്ടക്കയത്തു നിന്നും കോട്ടയത്തേക്ക് പോയ ബസ്സിൽ വെച്ചാണ് യുവതിക്ക് ദുരനുഭവം ഉണ്ടായത്. യാത്രക്കിടെ ബസ്സിൽ വെച്ച് യുവതി ഛർദിച്ചു. തുടർന്ന് ഡ്രൈവർ തുണി നൽകി യുവതിയെ കൊണ്ട് തന്നെ ഛർദി തുറപ്പിക്കുകയായിരുന്നു. ജൂണിൽ കോട്ടയത്ത് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി.